എന്തു നല്ല സഖീശു പാപദുഃഖ വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന എന്ന വിഷയത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് യഥാർത്ഥമായ പ്രാർത്ഥന? അതിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതായും പഠിക്കുന്നതായും ഒരു അനുഭവമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യന് ദൈവവുമായുള്ളതായ ഒരു ആശയവിനിമയമാണ് പ്രാർത്ഥന. ഈ ആശയവിനിമയം എന്ന് നമ്മൾ പറയുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ, അത് ഒരു വശത്തോട്ട് മാത്രമല്ല. ഒരാശയവിനിമയം നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടു വശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ ആശയവിനിമയങ്ങൾ, അത് സംഭാഷണങ്ങൾ നടക്കണം. ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലയിലേക്ക് നമ്മൾ ഹലോ എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ച് ഹലോ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ബാക്കി നമ്മുടെ കാര്യങ്ങൾ സംസാരിപ്പാനായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയും അതുപോലെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രാർത്ഥനകളും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ഒരേ ദിശയിലേക്ക് മാത്രമുള്ള ആശയവിനിമയം മാത്രമായിട്ട് മാറാറായിട്ടുണ്ട് പ്രാർത്ഥനകൾ. എന്നാൽ ദൈവത്തോടുള്ളതായ നമ്മുടെ ആശയവിനിമയം, ദൈവത്തോട് നമുക്ക് പറയാനുള്ള നമ്മുടെ ആവശ്യങ്ങളെ പറയുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളതും ദൈവം നമ്മളോട് സംസാരിക്കുകയും വേണം. അപ്പോഴാണ് ഒരു പ്രാർത്ഥന പൂർണ്ണതയുള്ളതായിട്ട് മാറുന്നത്. ഒരു വാക്യം അതിനുവേണ്ടി ഞാൻ വായിക്കാം. 28-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രാർത്ഥന, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളോവേ, നീ കേൾക്കാതിരിക്കരുതേ. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്: നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ദാവീദ് അങ്ങോട്ട് പറയുന്നതോടൊപ്പം തന്നെ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഇത് കേൾക്കണം, എന്നിട്ട് നീ ഒന്ന് മിണ്ടണം, നീ ഒന്ന് സംസാരിക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ വിഷയങ്ങളെ പറഞ്ഞ് ദൈവം തിരിച്ചെന്നോട് സംസാരിക്കുന്നില്ല എങ്കിൽ, അല്ലെ ദൈവം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല എങ്കിൽ, ആ പ്രാർത്ഥന ഒരു ചത്ത പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നത് എങ്ങനെ? നീ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്ന ഒരനുഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ഒരനുഭവമാണ്. എൻ്റെ ജീവിതം, എൻ്റെ പ്രാർത്ഥന ജീവനുള്ളതായി തീരണമെങ്കിൽ ഞാൻ ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങളെ പറയുമ്പോൾ എന്താണോ ഞാൻ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, പറഞ്ഞത്, അതിന് ദൈവം എന്താണോ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും അതിനുവേണ്ടിയുടെ കാത്തിരിക്കേണ്ടത് പ്രാർത്ഥനയുടെ ഒരു അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ ആയി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരിക മാത്രമല്ല, അവിടെ വന്ന് നമ്മളിപ്പം പ്രാർത്ഥന മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡിലോട്ട് മാത്രം നമ്മളെല്ലാം അങ്ങ് ദൈവത്തോട് പറയും. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളോട് ഒത്തിരി സംസാരിക്കുവാനായിട്ടുണ്ട്. ആ ദൈവം എന്താണോ എന്നോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കേൾക്കുവാൻ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, തയ്യാറാകത്തില്ല. അതിനുള്ള ക്ഷമ എന്നിലില്ലാതെ പോകും. നമ്മുടെ എല്ലാം ആഗ്രഹം എന്താ? ഞാൻ എൻ്റെ ദൈവത്തോട് പറയുന്നതൊക്കെ ദൈവം ഇങ്ങ് തന്നേക്കണം. ഞാനൊരു വലിയ ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ ദൈവത്തിന് കൊടുക്കുകയാണ്, ദൈവം അതെല്ലാം ഇങ്ങ് തരണം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷകളിൽ, നമ്മൾ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ ദൈവത്തിനും ചിലത് നമ്മളോട് പറയാനായിട്ടുണ്ട്. ആ പറച്ചിലിനെ കേൾക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിന് സമയം കണ്ടെത്തുക മാത്രമല്ല, അതിന് നമുക്ക് ഇച്ചിരി ക്ഷമ ആവശ്യമാണ്.
അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല. അല്ലയോ പ്രിയമുള്ളവരെ, ദൈവം കേൾക്കാത്തതല്ല, എന്നാൽ പലപ്പോഴും ദൈവം നമ്മളോട് പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പറയുന്നതിനെ കേൾക്കുവാൻ പറ്റുന്നില്ല. അതിനുള്ള ക്ഷമയോ അതിനുള്ള സമയവും നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മൾ വന്നു ദൈവത്തോട് പറഞ്ഞു, വീണ്ടും നമ്മൾ അടുത്ത നമ്മുടെ തിരക്കിട്ട ജീവിതത്തിലേക്ക് നമ്മളങ്ങ് പോകുകയാണ്. പിന്നീട് നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ചില സമയം നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കണം. ദൈവത്തിന് എന്താണ് എന്നോട് പറയുവാനായിട്ടുള്ളത്, അത് കേൾക്കുവാനുള്ള ഒരു മനസ്സാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിലവിളിക്കുന്നു, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നീ എൻ്റെ പാറയാണ്, നീ കേൾക്കാതിരിക്കരുത്. നീ കേൾക്കുന്നു എന്നുള്ളതിന് തെളിവെന്താ? ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഫോൺ അപ്പുറത്തോട്ട് കണക്റ്റായി, നമ്മളൊരാളെ ഡയൽ ചെയ്തു, അദ്ദേഹം അവിടെ ഫോൺ എടുത്തു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു സംസാരിക്കുന്നു എപ്പോഴാണ് മനസ്സിലായി? നമ്മളവിടെ നിന്ന് ഹലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ തലയിൽ നിന്നും ഹലോ എന്ന് തിരിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾ അടുത്ത വാക്ക് സംസാരിക്കുന്നത്. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് ഫോൺ ഡയൽ ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷേ അത് അവിടെ കേട്ടില്ല എങ്കിൽ നമ്മുടെ സംഭാഷണം പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. ഇതേ തലത്തിൽ തന്നെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെ പറയുമ്പോൾ ആ പ്രാർത്ഥന ദൈവം എന്നോട് സംസാരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ പറയുള്ള നീ കേൾക്കാതിരിക്കരുത്, നീ കേൾക്കുന്നു എന്നുള്ളതിന് എനിക്ക് തെളിവ് എന്താണെന്ന് വെച്ചാൽ നീ മിണ്ടണം. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കായി പോകും. അങ്ങനെയാകരുത് നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടുമുള്ളതായ ഒരു ആശയവിനിമയത്തെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ എന്തൊക്കെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് പറ്റുന്നത്, അവിടെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഒരു പ്രാർത്ഥനയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ അത് വളരെ വ്യക്തമാണ്. ഒരു പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം? അവിടെ പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെച്ചാൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് പ്രാർത്ഥനയിൽ ഒരു ബന്ധം ഉണ്ടാകണം. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. ചുമ്മാ നമുക്കങ്ങ് പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഈ ഫോണിൻ്റെ രണ്ട് വശത്തു നിന്നും ഇത് കണക്റ്റ് ആകുന്നു, ബന്ധപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ബന്ധമുണ്ടാകണം. എന്ന് വെച്ചാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം ദൃഢതയുള്ളതായിരിക്കണം. കാരണം അവിടെ പറഞ്ഞത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കാനല്ല പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാകണം അല്ലെങ്കിൽ മകളാകണം. മക്കളാകുന്നവർക്ക്, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഞാനും നിങ്ങളും തമ്മിലുള്ളതായ ആ പിതൃപുത്ര ബന്ധം, അപ്പൻ മക്കൾ എന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അത് ഉറപ്പായെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ഒരു ബന്ധം ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, അപ്പ എന്ന് വിളിക്കുവാനുള്ള പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപിക്ക് ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കുവാനായിട്ട് പാപിയെ വിളിക്കത്തില്ല. അവൻ്റെ പാപങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവൻ്റെ പാപം ക്ഷമിച്ച് അവനെ ദൈവം കൈക്കൊള്ളുമ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ മകനായി തീരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ദൈവവുമായുള്ളതായ ബന്ധത്തെ സ്ഥിരപ്പെടുത്തണം, അത് ദൃഢപ്പെടുത്തണം. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ കുറവിനെ ആദ്യം ഏറ്റുപറഞ്ഞ് എൻ്റെ പോരായ്മകളെ, ഈ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നതായ ആ തടസ്സത്തെ മാറ്റി അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ആദ്യം പ്രവേശിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലം. വരും ദിവസങ്ങൾ നമുക്ക് ബാക്കി പഠിക്കാം. ഈ ഒരു ബന്ധത്തിലാണോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ആ ഒരു ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ അതിലുള്ളതായ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? എൻ്റെ സ്വർഗത്തിൽ ആയിരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ പിതാവായി തീർന്നിട്ടുണ്ട്, ഞാൻ അവൻ്റെ മകളായി തീർന്നിട്ടുണ്ട് എന്ന ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കർത്താവെ അത് യഥാർത്ഥമായി തീരാറായിട്ടില്ല. എന്നാൽ കർത്താവെ, എന്തായിരിക്കണം ഒരു പ്രാർത്ഥന? പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുവാൻ മാത്രം സമയം കണ്ടെത്തുന്നവരാ. എന്നാൽ തിരിച്ച് ദൈവത്തിന് ഞങ്ങളോട് പറയുവാനായിട്ടുള്ളത് എന്തെന്ന് കേൾക്കുവാൻ ഞങ്ങൾ പലപ്പോഴും സമയം കണ്ടെത്താറായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങേ പിതാവായിട്ട് സ്വീകരിപ്പാനും അങ്ങയുടെ മക്കളായി തീരുവാനുള്ള പദവി ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് ദൈവവുമായിട്ടുള്ളതായ ആ നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ ആരെങ്കിലും ആ ബന്ധത്തിലായിട്ടില്ല എങ്കിൽ, കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ദൈവമകനും മകളുമായിട്ടില്ല എങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുകയും കർത്താവിനെ രക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിച്ച് മകനായി തീർന്ന മകളായി തീർന്ന് പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെട്ട് ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.